വോട്ടത്തോൺ ഓരോ മണ്ഡലങ്ങളിൽ നിന്നും മറ്റു മണ്ഡലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പാലക്കാട് ജില്ലയിലാണ് നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഉള്ളത് ആലത്തൂർ മണ്ഡലത്തിലാണ്. ആലത്തൂർ മണ്ഡലത്തിൽ ഇലക്ഷൻ പൾസ് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഞാൻ ഒരു ആഘോഷത്തിൽ വന്ന് ചേർന്നത്. എനിക്ക് പിന്നിൽ കാണാം നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനുണ്ട്. അങ്ങനെ ഒരുപാട് ദേശക്കാരാകെ ചേർന്ന് ഒരു പള്ളി നേർച്ച, ഈരോട്ട് പള്ളി നേർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എന്താണ് പറയുക, എല്ലാ മതവിഭാഗങ്ങളും ചേർന്ന് നടത്തുന്ന ഒരു പള്ളി നേർച്ചയാണ്. വലിയ ആഘോഷമാക്കുകയാണ് ഇവിടുത്തുകാർ. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് പോവാം. എന്തായാലും ആലത്തൂരിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾക്കൊപ്പമാണ് ഈ നാട്ടിന്റെ ആഘോഷവും ഒക്കെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. എനിക്ക് പിന്നിൽ കാണാം ഒരു വലിയ വിഭാഗം ആൾക്കാർ ഇനിയുമുണ്ട് ഇവിടേക്ക് എത്തിച്ചേരാൻ. അതായത് ഈരോട്ട് പള്ളി നേർച്ചയാണ്. അത് കാലാകാലങ്ങളായി നടത്തുന്ന ഒരു ഉത്സവമാണ്. ഈ നാടിന്റെ ആകെ ഒരു ഉത്സവമാണ്. അത് വലിയ വൈബാക്കുന്നു ഇവിടുത്തുകാർ എന്നുള്ളതാണ്. നമ്മൾ അടുത്ത സംഘത്തിലേക്ക് പോവുകയാണ്. ഇവിടെ വ്യത്യസ്ത നിറങ്ങളണിഞ്ഞ് ഓരോ ദേശത്തെയും ആൾക്കാർ വിവിധ കലാപ്രകടനങ്ങൾ നടത്തുകയാണ്. അവരെല്ലാം പറയുന്നു ഇത് പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിന്റെ ആഘോഷമല്ല, ഇത് നാടിന്റെ ഉത്സവമാണ്. നമുക്ക് ആ സുഹൃത്തുക്കളുടെ പെർഫോമൻസിലേക്ക് പോകാം, അവരുടെ ആഘോഷത്തിന്റെ ഉച്ചസ്ഥായിലേക്ക് പോകാം. ക്യാമറ എല്ലാവരുടെ ഈരോട്ട് പള്ളി നേർച്ചയ്ക്ക് പറമ്പിൽ പ്രദേശ് അണിയിച്ചൊരുക്കുന്ന നേർച്ചയാഘോഷം. അപ്പം ഈരോട്ട് പള്ളി നേർച്ചയാണല്ലേ? ഈരോട്ട് പള്ളി നേർച്ച ഇലക്ഷൻ ചൂടിനൊപ്പം ഞങ്ങൾ ഒരുക്കുന്ന നേർച്ചയാഘോഷം. അപ്പൊ അതാണ് വൈബ്. നമുക്കൊരു പാട്ടൂടെ വായിച്ചാലോ? നിങ്ങൾ ഡാൻസ് ചെയ്യാൻ റെഡിയാണോ? ഞാൻ ചേട്ടന്മാരോട് ചോദിക്കാം. ചേട്ടന്മാരെ പൊളിക്കല്ലേ? ഒരു കിടിലം പാട്ട് വായിക്കാവോ? ഇവരെല്ലാം റെഡിയാണ്, ഡാൻസ് ചെയ്യാൻ റെഡിയാണോ? അപ്പൊ ഇലക്ഷൻ ചൂട് കത്തി നിൽക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ പള്ളി നേർച്ച നടക്കുന്നത്. അപ്പൊ അത് ആഘോഷമാക്കാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പൊ ഒന്ന് പിടിക്കല്ലേ നമ്മള്? ഏത് പാട്ടാ വായിക്കുന്നത്? പൊളിക്കാം. ഏത് പാട്ടാ വായിക്കുന്നത്? റൺവേല. അടിപൊളി പാട്ടാണ് കേട്ടോ. നിങ്ങൾ റെഡിയല്ലേ? കളറല്ലേ? ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. റെഡി. യെസ്, അപ്പോൾ ആലത്തൂർ മണ്ഡലത്തിൽ നമ്മൾ ഇപ്പോൾ എത്തി നിന്നത് എരുമയൂർ ഈരോട്ട് പള്ളി നേർച്ചയിലാണ്. അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടിയുടെയാണേ. ഓക്കെ, അപ്പോ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട്. അപ്പൊ ആലത്തൂരിലെ തെരഞ്ഞെടുപ്പ് ചൂട് എന്തായി എന്നറിയാനുള്ള സമയം കൂടിയാണ്. നമുക്കപ്പം ഷാരിഖ് നവാസ് ഉണ്ട്. ഷാരിഖ്, അപ്പൊ ആലത്തൂരിലെ മണ്ണ് എപ്പം ഇടതോട് ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ണാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം നമ്മളത് കണ്ടതാണ്. അത്തരത്തിൽ ശക്തമായ ഇടത് വേരോട്ടമുള്ള മണ്ണാണ്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഈ ആകെ പോൾ ചെയ്ത വോട്ടിൽ 50% LDF നേടുന്ന ചരിത്രം ഇവിടെ ഉണ്ടല്ലേ? അതായത്
ഈ ആലത്തൂർ മണ്ഡലം രൂപീകരണത്തിന് ശേഷം ഒരു തവണ മാത്രമാണ് UDF-നൊപ്പം കൈകോർത്തിട്ടുള്ളത്. ബാക്കി എല്ലാ തവണയും ഇത് LDF-ന്റെ ഒരു ഉറച്ച കോട്ടയായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ തവണ ഈ KD പ്രസേനൻ ജയിച്ചത് 30,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ഇപ്പോൾ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ TM ശശിയാണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ യുവ നേതാവായ KM ഫെബിൻ, അതുപോലെ തന്നെ NDയുടെ KV പ്രസന്നകുമാർ ഉൾപ്പെടെയുള്ളവരാണ് മത്സരരംഗത്തുന്നത്. പക്ഷേ ഇവിടെ BJP ഒരു നിർണായക ശക്തിയല്ല എന്നുള്ളതും കൂടി ഇവിടെയുള്ള പോരാട്ടം അതിനു മുമ്പ് നമുക്ക് നമ്മുടെ കൊമ്പനാനെ കാണിച്ചു കൊടുക്കണം. നെറ്റിപ്പട്ടം കെട്ടിയ കൊമ്പൻ ഈ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ്. ഈ നാട്ടുകാരെല്ലാരും പറയുന്നു ഇത് പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിന്റെ അല്ല എന്ന് പറയുന്നു. ഇതിവിടെ മതസൗഹാർദ്ദം വിളിച്ചോതുന്ന ഒരു ആഘോഷം തന്നെയാണ്. കാരണം ഇതിൽ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ലാതെ ഒരു വേർതിരിവുകളില്ലാതെ നടത്തുന്ന ഒരു നേർച്ച തന്നെയാണ് ഇത്. ഇതിൽ ഇവിടെ സൗഹാർദ്ദം മാത്രമേ ഉള്ളൂ, മതസൗഹാർദ്ദം അല്ല, സൗഹാർദ്ദം മാത്രം. ഈ ആഘോഷത്തിനിടയ്ക്ക് എന്താണ് ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ? നമുക്ക് പെട്ടെന്ന് ചോദിക്കാം. ചേട്ടാ, ഇലക്ഷനാണ്, ആ സമയത്താണ് ആഘോഷം. എന്താണ് ആലത്തൂരിലെ ഒരു പുതിയ പൾസ്? ഇവിടുത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ LDF-നൊരു മുൻകയറ്റം ഇവിടെ എപ്പോഴും LDF-ആണ് വരാറുള്ളത്. ഇനി അവർ തന്നെ വരുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. ചേട്ടൻ എന്ത് പറയുന്നു? ഇലക്ഷൻ ആര് ജയിക്കും ഇത്തവണ? അത് ജനങ്ങളുടെ കിടക്കും. അതാണ് ചേട്ടൻ വോട്ട് ചെയ്യല്ലോ അല്ലേ? വോട്ടുണ്ട്. ആർക്കായിരിക്കും വോട്ട് കൊടുക്കുക? അത് നമ്മളൊപ്പം ചെയ്യുന്ന ആൾക്കാർ. അത് രഹസ്യമാണ്. ഓക്കെ, ചേച്ചി വീട് എവിടെയാ? എവിടെയാ വോട്ട് ചെയ്യില്ലേ? വോട്ട് ചെയ്യാനില്ലേ? അപ്പൊ ആർക്കാ വോട്ട് ചെയ്യാ? അത് പറയില്ല, അത് രഹസ്യമാണ്. ആരായിരിക്കും ഇത്തവണ ജയിക്കുക? അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നാട്ടുകാരുടെ കയ്യിലാണ്, ജനങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, ചേട്ടാ എന്ത് പറയുന്നു? ഇത്തവണ LDF ആണോ UDF ആണോ ND ആണോ? അത് അങ്ങനെയൊന്നും പറയാറായിട്ടില്ല. ചേട്ടൻ എന്താണ് തോന്നുന്നത്? ഇല്ല, അങ്ങനെ തോന്നാനൊന്നുമില്ല. റിസൾട്ട് ഇതുവരെ കാത്തിരിക്കാം. അതാണ്. അപ്പോ ആലത്തൂർ പറയുന്നു, ചിലർ പറയുന്നു LDF-നാണ് മുൻതൂക്കം, അത് കാലാകാലങ്ങളായി ഉള്ളതാണെന്ന് പറയുന്നു. പക്ഷേ അന്തിമമായി ജനങ്ങളാണ് വോട്ട് ചെയ്ത് ജയിപ്പിക്കുക മുന്നണികളെ. അപ്പോൾ കാത്തിരുന്ന് കാണാമെന്ന് പറയുന്നു. എന്തായാലും ഈ ആഘോഷങ്ങളുടെ ഭാഗമായി കുറച്ചു നേരം കൂടി ഞാനിവിടെ ഉണ്ടാവും. ഇനി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.